ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാബീൻ റോസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ സോയാബീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇതാ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ അരപ്പെല്ലാം നമ്മുടെ സോയാബീൻ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റിയൊന്ന് വരണം. ഇതൊന്ന് തിളച്ചൊന്ന് വറ്റിയൊന്ന് റോസ്റ്റാക്കി നമുക്കിതൊന്ന് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ സോയാബീനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മല്ലിയിലയാണ്. കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.